തുടർച്ചയായി പാർലമെന്റിലെത്താത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷയ്ക്ക് തിരിച്ചടി. അമിത് ഷാ സഭയിൽ എത്തണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് നിർദ്ദേശവുമായി ഉപരാഷ്ട്രപതി രംഗത്തെത്തുന്നു. പ്രതിപക്ഷ വികാരം അമിത് ഷയെ അറിയിക്കാൻ കിരൺ റിജിജുവിന് രാജ്യസഭാ അധ്യക്ഷൻ്റെ നിർദ്ദേശം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടർച്ചയായി പങ്കെടുക്കാതെ ഈ നിയമനിർമ്മാണ സഭയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ രാഷ്ട്രപതിക്ക്, രാജ്യസഭാ അധ്യക്ഷന് പോലും ഇടപെടേണ്ടി വരുന്ന സാഹചര്യം. ഉപരാഷ്ട്രപതിക്ക് ജിംഷാദ്, കഴിഞ്ഞ മാസം 20-നാണ് ഈ പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചത്. ഇപ്പോൾ 14 ദിവസമാകുന്നു. ഈ 14 ദിവസം ആകുമ്പോൾ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ സഭയിലേക്ക് എത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പാർലമെന്റിൽ അമിത്ഷാ എല്ലാ ദിവസവും എത്തുന്നുണ്ട്. NDAയുടെ പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നടത്തുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന അമിത്ഷാ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇന്നും സ്വീകരിച്ചത്. ഇതിപ്പോൾ തുടർച്ചയായിട്ടുള്ള 14ാമത്തെ ദിവസമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്താത്തത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ സഭാ സമ്മേളനം തുടങ്ങിയത് മുതൽ തന്നെ അമിത്ഷാ സഭയിൽ എത്തണമെന്നും വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ അതിക്രമത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരുന്നു, ബീഹാറിൽ വിദ്യാർത്ഥികൾക്കെതിരെ AK-47 ഉപയോഗിച്ചിരുന്നു, ഇതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷം ഇതിൽ വലിയ പ്രതിഷേധം ഈ 14 ദിവസമായിട്ടും സഭയ്ക്കകത്തും പുറത്തും നടത്തുന്നുണ്ട്. എന്നിട്ട് പോലും അമിത്ഷാ ഇതുവരെ സഭയിലേക്ക് എത്താൻ തയ്യാറാക്കിയിട്ടില്ല. അമിത്ഷാ അവതരിപ്പിക്കേണ്ട ബില്ല് പോലും അമിത്ഷാ സഭയിൽ എത്താത്തത് കൊണ്ട് ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും അവതരിപ്പിച്ചത്. എന്തായാലും ഇതിലൊക്കെ തന്നെയാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള സഭാ സ്തംഭനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാജ്യസഭയിൽ ഇക്കാര്യത്തിൽ അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന ആവശ്യം രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചിരുന്നു. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ വലിയൊരു വാക്കുതർക്കത്തിലേക്കാണ് രാജ്യസഭയിൽ കാര്യങ്ങൾ പോയത്. കാരണം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്, ഇത്തരത്തിൽ ഏതൊക്കെ മന്ത്രിമാർ എപ്പോഴൊക്കെ സഭയിൽ വരണമെന്ന കാര്യത്തിൽ ഉത്തരവിടേണ്ട ആവശ്യമില്ല. അത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ അത്തരത്തിൽ ഉത്തരവിടേണ്ട അത്തരത്തിലുള്ള നിർദ്ദേശം ചെയറിനും നൽകാൻ അധികാരമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് വലിയ തലത്തിലൊരു പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഇന്ന് രാജ്യസഭയിൽ ഉടലെടുത്തു. എന്തായാലും ആ സമയത്താണ് ഇന്ന് രാജ്യസഭാ അധ്യക്ഷൻ വിഷയത്തിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് തീർച്ചയായും വളരെ നിർണായകമായ ഒരു നീക്കം. ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയുടെ അധ്യക്ഷന് അത്തരത്തിൽ ഇടപെടേണ്ടി വരുന്നു അമിത്ഷായുടെ കെടുകാര്യസ്ഥതയിൽ, അമിത്ഷായുടെ നിലപാടിൽ എന്നുള്ളതാണ് അതിൽ ഏറ്റവും വായിച്ചെടുക്കേണ്ടത്. സമഗ്ര വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.